ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ഹോം മൈ ഹെവൻ. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സന്തോഷവും നന്ദിയും ഒക്കെ ഈ ഒരു അവസരത്തിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ വീട് എപ്പോഴും നല്ല സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞതായിരിക്കണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഇത്തരത്തിൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള വളരെ സന്തോഷം നിറഞ്ഞൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നതിനെക്കുറിച്ചാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു വീടിൻ്റെ സന്തോഷം സമാധാനം എന്നൊക്കെ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ആശ്രയിച്ചാണ്. ആ വീട്ടിൽ താമസിക്കുന്ന എല്ലാ ആളുകളുടെയും സ്വഭാവം, അവരുടെ രീതികൾ, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വീടിനെ കൊണ്ടു നടക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വീടിനെ സ്നേഹിക്കുന്നത്, ഇതെല്ലാം അതിനെ ആശ്രയിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട് നല്ല പീസ്ഫുള്ളായിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ചെറിയ ചെറിയ ശീലങ്ങളിൽ, നമ്മുടെ ചെറിയ ചില സ്വഭാവങ്ങളിലൊക്കെ മാറ്റം വരുത്തിയാൽ തന്നെ നമ്മുടെ വീട് നല്ല പീസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത്തരം ചില മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ മാറ്റാൻ റെഡി ആയാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ വീട്ടിൽ കാണും. നമ്മുടെ വീട് പീസ്ഫുള്ളായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിൽ. ഇവിടെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസ് തന്നെയാണ്. നമ്മൾ ഓരോ ദിവസവും ഏത് ഇമോഷൻസിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്ക് ഇന്ന് ശ്രദ്ധിക്കാൻ പറ്റണം. നമുക്ക് തന്നെ ആലോചിച്ചറിയാം, നമ്മൾ ഹാപ്പി ആയിട്ടുള്ളൊരു മൂഡിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് അന്നത്തെ ദിവസം നമ്മുടെ വീട്ടിൽ മൊത്തം നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ സാധിക്കും. നമ്മളും അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ച ജോലികളെല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ബോഡി നല്ല എനർജറ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾക്കൊന്നും നമ്മൾ വെറുതെ ബേൺ ഔട്ട് ആവാനോ ദേഷ്യപ്പെടാനോ ഒന്നും നമ്മൾ ശ്രമിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പീസ്ഫുൾനെസ് നമ്മുടെ വീട്ടിലും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ ഇമോഷൻസിനെ എങ്ങനെ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് നിലനിർത്താം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ആദ്യം നമുക്ക് വേണ്ടത് നമ്മൾ കൃത്യമായിട്ടുള്ളൊരു റുട്ടീൻ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അതായത് നമുക്കനുസരിച്ചിട്ടുള്ള നല്ലൊരു റുട്ടീൻ നമ്മൾ സെറ്റ് ചെയ്ത് ഉണ്ടാക്കുക. അത് നമുക്ക് പറ്റുന്ന അത്ര മാക്സിമം നന്നായിട്ട് നമ്മൾ അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ നമ്മുടെ മോർണിംഗ് റുട്ടീന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ മോർണിംഗ് നമുക്ക് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് ഒരു പരിധി വരെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. മോർണിംഗിൽ എങ്ങനെ നമുക്കൊരു പോസിറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് അതിവിടെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ സംസാരങ്ങൾ. ഇവിടെ രണ്ട് തരത്തിലുള്ള സംസാരങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് നമ്മൾ നമ്മളോട് സംസാരിക്കുന്നത് തന്നെയാണ്. ഒരു ദിവസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരാടോയെന്ന് ചോദിച്ചാൽ അത് നമ്മളോട് തന്നെ ആയിരിക്കും. നമ്മൾ ജോലികൾ ചെയ്യുമ്പോഴും വെറുതെ ഇരിക്കുന്ന സമയത്തും ഒക്കെ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കാറുണ്ട്. ഈ സംസാരം പോസിറ്റീവായിട്ടാണോ നമ്മൾ സംസാരിക്കാറ് അതോ നെഗറ്റീവായിട്ടാണോ സംസാരിക്കാറ് എന്നുള്ളത് നമ്മുടെ ഇമോഷൻസിനെ ബാധിക്കുന്നൊരു വലിയ കാര്യമാണ്. ഞാൻ അത്രയ്ക്ക് പോരാ, എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല, അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്ന് തുടങ്ങി ഇതുപോലത്തെ പല കാര്യങ്ങളും നമ്മൾ നമ്മളോട് സംസാരിക്കാറുണ്ടാവും. ഇതുപോലത്തെ സംസാരം നമ്മളെ ഒരു നെഗറ്റീവ് ഇമോഷൻസിലേക്കാണ് കൊണ്ടുപോവുക. ഇതുപോലത്തെ സംസാരങ്ങൾ പതിയെ പതിയെ നമ്മളെ ഇമോഷണലി ഡൗൺ ആക്കുകയും ചെയ്യും. അത് പതിയെ നമ്മൾ മറ്റുള്ളവരുടെ അടുത്തൊക്കെ പ്രകടിപ്പിച്ച് തുടങ്ങും. ദേഷ്യമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളിലൂടെയോ ഒക്കെ നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരുടെ അടുത്ത് പ്രകടിപ്പിക്കും. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ നമ്മളെ കയ്യിൽ നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവുമ്പോൾ അത് വീട്ടിൽ ചില പൊട്ടിത്തെറികളും അല്ലെങ്കിൽ ചില വഴക്കുകൾക്കും ഒക്കെ കാരണമാവും. അത് നമ്മുടെ വീടിൻ്റെ സമാധാനത്തെ നശിപ്പിക്കുന്ന ഒരു മെയിൻ കാരണമാണ്. ഇത്തരത്തിലുള്ള സംസാരങ്ങൾ നമ്മുടെ ഉള്ളിൽ നടക്കാറുണ്ട് എന്നുണ്ടെങ്കിൽ പതിയെ പതിയെ നമ്മൾ അതിനെ മാറ്റിക്കൊണ്ടുവരേണ്ടതുണ്ട്. നമുക്ക് എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ട്. ആ കഴിവുകളെ ആദ്യം തിരിച്ചറിയേണ്ടത് നമ്മളല്ലേ. അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ പിന്നെ എങ്ങനെ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നന്നായിട്ട് പറയും. അതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ നമ്മളോട് നന്നായി സംസാരിച്ച് തുടങ്ങിയാൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവരോടും നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും.
അത് നമ്മുടെ വീട്ടിൽ സമാധാനം കൊണ്ടുവരും എന്നതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. നമ്മുടെ വീട്ടിൽ ഉള്ള ആളുകൾ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നതും നമ്മുടെ വീടിൻ്റെ സമാധാനത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എത്ര തിരക്ക് പിടിച്ച ലൈഫാണെന്നുണ്ടെങ്കിലും ദിവസത്തിൽ ഒരു നേരമെങ്കിലും നമ്മുടെ ഫാമിലിയിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും കുറച്ച് സമയമെങ്കിലും എല്ലാ ദിവസവും എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കാനും മൊബൈലും ടി വിയും എല്ലാം മാറ്റിവെച്ച് നമ്മൾ ഫാമിലിയിലുള്ള എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കാനും പരസ്പരം സ്നേഹം പങ്കുവെക്കാനൊക്കെ ഉള്ളൊരു സമയം നമുക്ക് കണ്ടെത്താൻ പറ്റണം. അതും നമ്മുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കുകയും നമ്മുടെ വീട്ടിൽ സമാധാനം കൊണ്ടുവരികയും ചെയ്യും. പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ആ ഒരു സ്ഥലം നല്ല നീറ്റായിരിക്കണം, നല്ല ഓർഗനൈസ്ഡ് ആയിരിക്കണം അല്ലേ? അത്തരം ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് നമുക്കൊരു പീസ്ഫുൾനെസ് ഒക്കെ ഫീൽ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീടിനെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ട് നടക്കുക എന്നുള്ളത്. നല്ലൊരു റുട്ടീൻ, ക്ലീനിങ് റുട്ടീനൊക്കെ ഫോളോ ചെയ്യുക, നല്ല രീതിയിൽ നമ്മുടെ വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക. ഇവിടെ ഡെക്കറേറ്റ് ചെയ്യുക എന്ന് ഉദ്ദേശിച്ച് ഒരുപാട് എക്സ്പെൻസീവ് ആയ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം, എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ പ്ലാന്റുകളും ആൻറ്റിക് ഡെക്കർ ഐറ്റംസ് ഒക്കെയാണ്. അപ്പോൾ ഞാനത് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എൻ്റെ വീട് ആ രീതിയിലൊക്കെ സെറ്റ് ചെയ്തെടുക്കും. അപ്പോൾ എനിക്കും ഒരു പീസ്ഫുൾനെസ് ആ ഒരു വീട്ടിൽ തോന്നും. തിരിച്ച് ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴും അവർക്ക് ആ ഒരു പീസ്ഫുൾനെസ് ഫീൽ ചെയ്യുകയും ചെയ്യും. നമ്മളെ സംബന്ധിച്ച് ഇതുപോലത്തെ ചെറിയ ആക്ഷൻസൊക്കെ എടുത്താൽ തന്നെ നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ട് നമുക്ക് സമാധാനം കൊണ്ടുവരാൻ പറ്റും. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ലൈഫിൽ അപ്ലൈ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. അത്തരത്തിലുള്ള വീഡിയോസ് തന്നെയാണ് കുറേ നാളുകളായിട്ട് ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങളടുത്തേക്ക് എത്തിക്കുന്നത്. എന്നാൽ ഈ ഒരു ചാനലിന് അപ്പുറം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് വീഡിയോയ്ക്ക് ഉപരിയായിട്ട് നമുക്ക് പേഴ്സണലി കണക്ട് ചെയ്തുകൊണ്ട്, ഇമോഷണലി കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു വലിയ ഡ്രീം പ്രോജക്റ്റ് ഇതിൻ്റെ പുറകിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പ്ലാനിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും തുടർന്നുള്ള വീഡിയോസിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ ഹാബിറ്റ്സും റുട്ടീൻസും ഒക്കെ ഫോളോ ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നവരാണ് നിങ്ങൾ, അതുപോലെ ഇമോഷണൽ പ്രോബ്ലംസിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങളെങ്കിൽ അവർക്കൊക്കെ ആ ഒരു സ്പേസ് വളരെയധികം ഉപകാരപ്പെടും. തീർച്ചയായിട്ടും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ തുടർന്നുള്ള വീഡിയോസിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനലിന് കിട്ടിയിട്ടുള്ള അതേ സ്നേഹവും സപ്പോർട്ടും ഒക്കെ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു സ്പേസിനും ഉണ്ടാവണം എന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ സമയമായിരിക്കും ഈ ഒരു 2026 എന്നത് ഞാൻ ഉറപ്പ് തരും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെ നമ്മുടെ എല്ലാ സ്ത്രീകളുടെ അടുത്തേക്കും ഇത്തരം വീഡിയോസ് എത്തിക്കാനും മറക്കരുത്. എപ്പോഴും ഒരു കാര്യം ഓർമ്മയുണ്ടാവുക, എപ്പോഴാണോ നമ്മൾ മാറി തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ചുറ്റും നമ്മുടെ വീടും എല്ലാം മാറി തുടങ്ങും. എ പീസ്ഫുൾ ഹോം ബിഗിൻസ് വിത്ത് എ പീസ്ഫുൾ യു. താങ്ക് യു ഫോർ വാച്ചിങ്.